കപ്പൂർ ഗ്രാമപഞ്ചായത്തിലും ആനക്കര ഗ്രാമപഞ്ചായത്തിലും കർഷക ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണവും കർഷകരെ ആദരിക്കൽ ചടങ്ങും നടന്നു. കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കളത്തിൽ ഉദ്ഘാടനം ചെയ്തു. കപ്പൂർ കൃഷിഭവൻ ലളിതമായിട്ടാണെങ്കിലും നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് കർഷകരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. തുടർന്നും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം. അങ്ങനെ നമുക്ക് നല്ല പദ്ധതി പ്രവർത്തനങ്ങളുമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുകൾ എന്ന നിലയിൽ നിങ്ങൾ എല്ലാവരെയും കാണാനും ഇങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് നേരിട്ട് കാണാനും സാധിച്ചതിൽ സന്തോഷമുണ്ട്. വൈസ് പ്രസിഡന്റ് കെ.വി. ആമിനക്കുട്ടി അധ്യക്ഷത വഹിച്ചു. മികച്ച വനിതാ കർഷകയായ രമ മേഴിയത്തിനെയും യുവ കർഷകൻ സഫീർ, മുതിർന്ന കർഷകൻ സൈനുദ്ദീൻ, കർഷകരായ ശങ്കരൻ, കുഞ്ഞഹമ്മദ്, ദിനേശൻ, മൊയ്തുണ്ണി തുടങ്ങിയ കർഷകരെയുമാണ് ആദരിച്ചത്. ആനക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ കാർഷിക വികസന സമിതി, പാടശേഖര സമിതികൾ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം നടത്തി. ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ. മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആ പ്രയാസം ഇന്നും നമ്മുടെ നാട്ടിൽ തലം കെട്ടി നിൽക്കുകയാണ്. ഒരു ഗ്രാമം തന്നെ, ഒരു പ്രദേശം തന്നെ നേരം പുലർന്നപ്പോൾ കാണാനില്ലാത്ത ഒരവസ്ഥ, മനസാക്ഷിയെ വേദനിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്ത ആ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ ആഘോഷങ്ങളുള്ള പരിപാടികളിലൊക്കെ ഒരു നിയന്ത്രണം വേണമെന്ന് ഗവൺമെന്റ് ഉൾപ്പെടെ. വൈസ് പ്രസിഡന്റ് റുബിയ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കർഷകരെ ആദരിക്കുകയും ഉപഹാര സമർപ്പണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. NCV ന്യൂസ് തൃത്താല. 12 വർഷത്തെ എക്സ്പീരിയൻസ്, 800-ലധികം വിദ്യാർത്ഥികൾ, ഉയർന്ന നിലവാരമുള്ള പഠന രീതികൾ, എക്സ്പീരിയൻസ്ഡ് ആയ മാനേജ്മെന്റ്, കൂടാതെ 100% ജോലി സാധ്യതയും. സാലിയൻ പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, എടപ്പാൾ, തിരൂർ.